പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടും. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. സെഫന്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിങ്ങൾ ആനന്ദിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. അവിടെ ചിന്തിക്കുന്ന വചനം അല്ലെങ്കിൽ നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഈ വചനം വളരെ യാഥാർത്ഥ്യവും സത്യസന്ധവും പരമാർത്ഥവുമായതാണ് ഒരു വിശ്വാസിയുള്ള ബന്ധത്തെ. ഇനി ദൈവവചനം പഠിച്ചിട്ടില്ലാത്തവരും കേട്ടിട്ടില്ലാത്തവരോടും ഈ വചനം പറഞ്ഞു കൊടുത്ത് അവരെ ബലപ്പെടുത്തുവാനും കഴിയും. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ആരാണ്? രക്ഷിക്കുന്ന, ഹല്ലേലൂയ, നമ്മെ രക്ഷിക്കുന്ന വീരനായി നമ്മുടെ മധ്യ വസിക്കുന്ന ഒരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ നമ്മെ എല്ലാവിധ കഷ്ടതയിൽ നിന്നും രക്ഷിക്കുന്ന ദൈവമാണ്. ശാരീരികമായ ബലഹീനതയിൽ നിന്ന്, സാമ്പത്തികമായ ഞെരുക്കങ്ങളിൽ നിന്നും, മഹാവ്യാധിയിൽ നിന്ന്, കടക്കണിയിൽ നിന്ന്, നമ്മുടെ അന്ധതയിൽ നിന്ന്, അജ്ഞതയിൽ നിന്ന്, ഇല്ലായ്മയിൽ നിന്ന്, മനുഷ്യൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലും നമ്മുടെ ദൈവമായ കർത്താവ് രക്ഷിക്കുന്ന വീരനായി നമ്മുടെ ഇടയിൽ ഇരിക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ ആ ദൈവത്തിലേക്ക് അടുത്തു വരണം. ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ കേരളത്തിലോ ഭാരതത്തിലോ ലോകരാജ്യങ്ങളിൽ ഏതെങ്കിലും ഭാഗങ്ങളിലേക്ക് ഈ ദൈവത്തിനെ കേൾക്കുമ്പോൾ കഷ്ടതയുടെ നടിയിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഈ വചനം എടുത്തു വെച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന് സമർപ്പിക്ക്. ദൈവം നിന്റെ ജീവിതത്തിൽ ചില അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ രോഗികളെ മനസ്സിലോടുകൂടി ചികിത്സിക്കുന്ന ഡോക്ടർമാർ, ഹല്ലേലൂയ, അവരുടെ പരിശ്രമങ്ങളെല്ലാം തകർന്ന് അവർ ചെയ്യാവുന്ന ശുശ്രൂഷകളെല്ലാം ചെയ്ത് അവർ ചെയ്യാവുന്ന മരുന്നുകളും അവർ പഠിച്ചതെല്ലാം അവർ പ്രയോഗിച്ചിട്ടും രോഗികൾക്ക് സൗഖ്യം വരാതെ അവസാനം അവർ പറയാറുണ്ട്, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. ഇല്ലേ? കാരണം അവർക്കും കഴിയില്ല. രോഗിയെ പരമാവധി അവർ നോക്കി, പിന്നെ അവർ പറയാം നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. അതേപോലെ തന്നെ ഈ ശുശ്രൂഷിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് ഇങ്ങനെ പ്രതിസന്ധി വരാം. രോഗികളെ ചികിത്സിച്ച് സൗഖ്യം കൊടുക്കുന്ന ഒരു ഡോക്ടർ ഒരിക്കൽ രോഗം പിടിച്ച് ആശുപത്രി കിടപ്പിലായി. അദ്ദേഹത്തിന്റെ ശരീരം അഴുകുവാൻ തുടങ്ങി, നാറുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ആ ഡോക്ടർക്ക് ഏത് രോഗമാണെന്ന് കണ്ടുപിടിക്കുവാൻ മറ്റു ഡോക്ടർമാർക്ക് ആർക്കും കഴിയുന്നില്ല. ദൈവം എന്നെ സുഖമാക്കുവാൻ ശക്തനാണെന്ന വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിലും എങ്ങനെ ഈ അസുഖം എനിക്ക് സുഖമാകും എന്ന് ആ സംശയം അദ്ദേഹത്തിനുണ്ട്. ഞാൻ ഡോക്ടറാണ്, അദ്ദേഹത്തിന് വിശ്വാസമുണ്ട് ഈ രോഗത്തെ സൗഖ്യമാക്കാൻ ദൈവത്തിന് കഴിയും. അപ്പോൾ തന്നെ ഒരു സംശയം അദ്ദേഹത്തിനുള്ളിലുണ്ട്, ഞാൻ ഡോക്ടറാണ്, എന്നെപ്പോലെ അനവധി ഡോക്ടർമാർ എന്നെ ചികിത്സിക്കണം, അവർക്ക് സൗഖ്യമാക്കാൻ കഴിയാത്തത് കർത്താവിന് സൗഖ്യമാക്കാൻ കഴിയുമോ? വിശ്വാസവും അവിശ്വാസവും ഉണ്ട്, അല്ലേ? അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ, ഡോക്ടറുടെ രോഗിയെ കിടക്കുന്ന ഡോക്ടറുടെ ഭാര്യ ദൈവവചനങ്ങളെ ഉറക്കം വായിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആ ഡോക്ടർ ഭാര്യ ഉറക്കം വായിച്ചൊരു ദൈവവചനം കൊണ്ടാണ് സെഫന്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യം. അല്ലെങ്കിൽ നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ സർവശക്തനാണ്, അവൻ രക്ഷിക്കും, അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിങ്ങൾ ആനന്ദിക്കും. ഈ വചനം ഡോക്ടർ ഹൃദയത്തെ വളരെ ആകർഷിച്ചു. ഭാര്യ വചനം വായിച്ചപ്പോൾ രോഗിയെ കിടക്കുന്ന, ശരീരം ജീർണിച്ച് അഴുകിക്കൊണ്ടിരിക്കുന്ന, നാറ്റം വമിച്ച് കിടക്കുന്ന ഡോക്ടറുടെ ഹൃദയത്തിൽ ഈ വചനം കേട്ടപ്പോൾ എന്ത് ചെയ്തു? ഒരു സന്തോഷം തന്റെ ഹൃദയത്തെ ഈ വചനം സ്പർശിച്ചു. തന്റെ ഭാര്യയോട് വീണ്ടും വീണ്ടും വായിക്കുവാൻ ആ ഡോക്ടർ ആവശ്യപ്പെട്ടു. ഭാര്യയോട് വീണ്ടും വീണ്ടും ആ വചനം വായിക്കുവാൻ ആവശ്യപ്പെട്ടു. കാരണം വചനം തന്നെ വല്ലാതെ തന്റെ ഹൃദയത്തിലെ ആകർഷണമായി. ഹല്ലേലൂയ. എന്റെ ശരീരം അഴുകിയാലും എന്റെ ഉള്ളിൽ വസിക്കുന്നവൻ സർവശക്തനാണ് എന്ന് പറയാൻ തുടങ്ങി. കണ്ടോ ഡോക്ടർ വിശ്വാസം? എന്റെ ശരീരം അഴുകിയാലും എന്നിൽ വസിക്കുന്ന ദൈവം സർവശക്തനാണ്, എന്നാൽ എന്നിൽ വസിക്കുന്നവൻ പൂർണ്ണ ആരോഗ്യമുള്ളവനാണ്.
എന്നിൽ വസിക്കുന്നവൻ അത്ഭുതം ചെയ്യും. എന്നിൽ വസിക്കുന്നവൻ മനസ്സിലുള്ളവനാണ്. ഇന്നലെ ഇന്നും അവൻ അനന്യനാണ്, മാറാത്തവനാണ്. 2025 വർഷം മുമ്പ് ഹല്ലേലൂയ സ്തോത്രം അല്ലെങ്കിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്തോ ആ അത്ഭുതങ്ങൾ ഇന്നും അവൻ എന്നിൽ ചെയ്യുവാൻ ശക്തനാണ് എന്നുള്ള ആ ഉറപ്പുള്ള വിശ്വാസം ആ ഡോക്ടർക്കുണ്ടായതോടെ ഈ 2025 നമുക്കുണ്ടാകണം കേട്ടോ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അദ്ദേഹം ദൈവത്തിനെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. യേശുക്രിസ്തു എന്നിൽ വസിക്കുന്നതിനാൽ എനിക്ക് സുഖം തന്ന ആരോഗ്യത്തെ തന്നരണമെന്ന് പറഞ്ഞ് അദ്ദേഹം ദൈവത്തെ സന്തോഷിക്കാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവ്, നീ ഏതെങ്കിലും കഷ്ടതയുടെ നടന്നു പോവുകയാണെങ്കിൽ, പ്രതിസന്ധിയിലാണോ, മാറാത്ത രോഗമാണോ, നിന്റെ ശരീരം ഇതുപോലെ ജീർണിച്ച് ആമൻ അഴുകി തുടങ്ങിയ അനുഭവമാണോ, ഹല്ലേലൂയ, വചനം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്ക്. നിന്റെ ദൈവമായി യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മതി ഇരിക്കുന്നു എന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിച്ച് നിന്റെ ഉള്ളിൽ ദൈവത്തിന് ഇടം കൊടുക്ക്. ഹല്ലേലൂയ. നീ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ ദൈവം നിന്നെ വിടുവിക്കും. സാമ്പത്തിക കടക്കണിയിലാണോ കടന്നു പോകുന്നത്, ഞെരുക്കത്തിലാണോ കടന്നു പോകുന്നത്, പ്രഭാതത്തിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ഭാരപ്പെടുകയാണോ, രക്ഷിക്കുന്ന വീരനായി നമ്മുടെ ദൈവം നിന്റെ ഉള്ളിലുണ്ടെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ, ആ ദൃഢനിശ്ചയമുണ്ടെങ്കിൽ, ഈ ഡോക്ടറെ പോലെ നിന്റെ ഹൃദയത്തിനകത്ത് ആ വചനം അമലി പ്രവർത്തിക്കുന്നെങ്കിൽ നിന്റെ കഷ്ടതയും ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. അങ്ങനെ ഡോക്ടർ ഒന്ന് വിശ്വസിച്ചു. വളരെ ആശ്ചര്യം എന്ന് പറയട്ടെ, അദ്ദേഹത്തിന് യഹോവ സൗഖ്യം നൽകി. ആ ഡോക്ടർക്ക് ദൈവ സൗഖ്യം നൽകി. ഹല്ലേലൂയ. അദ്ദേഹം സാക്ഷി പറയുമ്പോൾ എന്നിൽ ക്രിസ്തു വാസം ചെയ്യുന്നത് കൊണ്ട് രോഗത്തിന് വെളിയിലേക്ക് പോകേണ്ടതായി വന്നു. അദ്ദേഹം പറഞ്ഞത്, എന്നിൽ യേശു വസിക്കുന്നതുകൊണ്ട് എൻ്റെ ഉള്ളിലെ രോഗത്തിന് പുറത്തേക്ക് പോകേണ്ടി വന്നു എന്നാണ്. ഹല്ലേലൂയ. ക്രിസ്തുവും രോഗവും ഒരേ സ്ഥലത്ത് വസിക്കുവാൻ പാടില്ല, വസിക്കത്തില്ല. ഈ വചനം പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഉള്ളിൽ രക്ഷിക്കുന്ന വീരനായ യഹോവയായ ദൈവം അഥവാ കർത്താവായ യേശു ക്രിസ്തു ഉണ്ടെങ്കിൽ നിന്റെ ഉള്ളിൽ ഭൂതത്തിന് ഇരിക്കാൻ കഴിയത്തില്ല, രോഗത്തിന് വസിപ്പാൻ കഴിയത്തില്ല, അന്ധകാരത്തിന് വസിപ്പാൻ കഴിയത്തില്ല. അവൻ പുറത്തു പോയേ മതിയാകും. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് രോഗം വരുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ രോഗിയായി മാറുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സൗഖ്യമില്ലാത്ത, സമാധാനമില്ലാത്ത, ആശ്വാസമില്ലാത്ത, ഇന്ന് നീ കണ്ണുനീരിന്റെ നടുവിലൂടെ കടന്നു പോകുന്നത്? നിന്റെ ഉള്ളിൽ യേശു ഇല്ലാത്തത് കൊണ്ട്, സാത്താൻ നിന്റെ ഉള്ളിൽ കൂടുകൂട്ടിയത് കൊണ്ട് നീ സകല രോഗത്തിനും അധീനമായി മാറി. നിന്നെ തകർക്കുവാൻ പിശാച് പല തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുക. എന്റെ നടുവിനാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. ഈ ഡോക്ടറുടെ ഭാര്യ ഈ വചനം വായിച്ചു കേൾപ്പിച്ചപ്പോൾ ഈ ഡോക്ടർ ഹൃദയത്തിൽ ആഴമായ ഒരു വിശ്വാസം, ആ വിശ്വാസം തനിക്ക് മനസ്സിലായി, എന്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നതുകൊണ്ട് ഈ കൂടാരത്തിൽ രോഗത്തിന് ഇരിപ്പാൻ കഴിയില്ല, രോഗം പുറത്തു പോയേ മതിയാവും. ശരിയ, നിങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? മാറാ രോഗത്താൽ ഭാരപ്പെടുകയാണോ? നീ പറ, യേശുവിന്റെ ഉള്ളിൽ വസിക്കുന്നതുകൊണ്ട് എന്റെ കൂടാരത്തിൽ, ശരീരമാകുന്ന കൂടാരത്തിൽ രോഗത്തിന് ഇരിപ്പാൻ കഴിയുകയില്ലെന്ന് നീ പറ. ഹല്ലേലൂയ. നീ ഏത് പ്രതിസന്ധിയാണ് നേരിടുന്നതെങ്കിലും അതിന്റെ നടി ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഒരത്ഭുതം നീ കാണും. ഹല്ലേലൂയ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് 1 കൊരിന്ത്യർ 2:9 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബ്രഹാം തോന്നുന്നു വായിച്ചു നോക്കണം. ഹല്ലേലൂയ. അപ്പം രക്ഷിക്കുന്ന വീരനായി യഹോവ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട്, അവൻ നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഉള്ളിൽ ഒരു ദുർഭൂത ശക്തികൾക്ക് ഇരിപ്പാൻ കഴിയത്തില്ല. കാരണം ദൈവാത്മാവ് വസിക്കുന്ന കൂടാരത്തിനകത്ത് ലോകശക്തിക്ക് ഇരിക്കാൻ കഴിയത്തില്ല. ദൈവാത്മാവും ലോകത്തിന്റെ ശക്തി ഒന്നിച്ച് വാസം ചെയ്യുകയില്ല. അതുകൊണ്ട് ഇന്ന് പകൽ വചനം കേൾക്കുന്ന ശ്രോതാവി, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവാത്മാവ് പറയുന്ന രക്ഷിക്കുന്ന വീരനായ ദൈവം നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തുണ്ടോ? നീ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, നീ അനുഭവിക്കുന്ന വെല്ലുവിളികൾ, നീ നേരിടുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നിനക്ക് കഴിയണമെന്നില്ല. നിന്റെ ആരോഗ്യം കൊണ്ടും ബലം കൊണ്ടും ശക്തി കൊണ്ടും നിന്റെ ബുദ്ധി കൊണ്ടും ജ്ഞാനം കൊണ്ടും അറിവ് കൊണ്ടും പരിജ്ഞാനം കൊണ്ടും ലോകപരിജ്ഞകൾ കൊണ്ടും ഹല്ലേലൂയ നിനക്ക് നിന്നെ രക്ഷിപ്പാൻ കഴിയില്ല. നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നമ്മെ രക്ഷിക്കുന്ന വീരനായി നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, ഈ മന്ദിരത്തെ, ശരീരമാകുന്ന മന്ദിരത്തെ അവന് വേണ്ടി വിട്ടുകൊടുത്താൽ ഈ മന്ദിരത്തിനകത്ത് നമ്മുടെ കർത്താവ് വാസം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. കർത്താവിനോട് കൂടി നമ്മൾ ഒന്നിച്ച് നടക്കാം.
നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും യേശു ഉണ്ടെന്നുള്ള ദൃഢചിന്ത നമുക്കുണ്ടായിരിക്കണം. ലോകമല്ല നമ്മുടെ ഉള്ളിൽ വസിക്കേണ്ടത്, ലോകത്തിന്റെ മോഹങ്ങളല്ല, ലോകത്തിന്റെ ചിന്തകളല്ല നമ്മുടെ ഉള്ളിൽ വസിക്കേണ്ടത്. നമ്മുടെ ഉള്ളിൽ വസിക്കേണ്ടത് യേശു വസിക്കണം. അവന്റെ വചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. നമുക്ക് യേശുവായിട്ടാ കാര്യം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ജീവന് ചൈതന്യമുള്ളതും ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും സന്ധിമനുഷ്യകളെയും വേർപിടിക്കും തുളച്ചിയെന്നും ഹൃദയത്തിന്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു എന്ന് എബ്രായ ലേഖനം 4:12 വായിച്ചാൽ കാണാൻ കഴിയും. ഈ വചനം ജീവനുള്ള ചൈതന്യമുള്ളതാണ്. നിന്റെ പ്രതിസന്ധികളെ മാറ്റുവാൻ, നിന്നെ ഒരുക്കിയെടുക്കുവാൻ, നിന്നെ ശക്തിപ്പെടുത്തുവാൻ, നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ഈ വചനത്തിൽ കഴിയും. ആമേൻ. ദൈവത്തിന്റെ കണ്ണിലെല്ലാം നഗ്നവും വളർന്നുമായി അവന് പറഞ്ഞിരിക്കുന്നത് സൃഷ്ടിയുമില്ല. അവനുമായിട്ടാകും നമുക്ക് കാര്യമുള്ളതെന്ന് നമ്മൾ വചനം വായിച്ചാൽ കാണാൻ കഴിയും. എബ്രായ ലേഖനം 4:12 വായിച്ചാൽ കാണാൻ കഴിയും. ഈ വചനങ്ങൾ നിന്റെ ഉള്ളത്തിലുണ്ടായിരിക്കണം. ചില ആളുകൾക്ക് വേദപുസ്തകം എല്ലാവർക്കും ആവശ്യമാണ്. എല്ലാവർക്കും വീട്ടിൽ വേദപുസ്തകം വേണം, എല്ലാവർക്കും വേദപുസ്തകം കയ്യിൽ കൊണ്ട് നടക്കണം അല്ലെ എന്നൊക്കെ വാശി പിടിക്കുന്നുണ്ട്. ചിലരുടെ ബാഗിനകത്ത് എപ്പോഴും ബൈബിളുണ്ട്. ചിലർക്ക് എപ്പോഴും ബൈബിൾ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കണം. പക്ഷെ ചിലർ ബാഗിൽ കൊണ്ട് നടക്കേ ഉള്ളൂ. ബാഗിലെല്ലാവരും കൊണ്ട് നടക്കും. കാരണം പൊതുജനത്തെ നോക്കുമ്പോൾ പൊതുജനം കാണുമ്പോൾ അവളുടെ കയ്യിൽ എപ്പോഴും ബൈബിളുണ്ട് കൊണ്ട് അവൻ്റെ കയ്യിൽ എപ്പോഴും അവൻ്റെ ബാഗിൽ നിന്ന് ബൈബിൾ മാറ്റത്തില്ല. പക്ഷെ വായിക്കാറില്ല എന്നുള്ളതാണ്. ബൈബിൾ കൊണ്ടു നടക്കുന്നു, വായിക്കാറില്ല. വീടുകളിൽ ചെന്നാൽ എല്ലാവരും ഞങ്ങളുടെ വീട്ടിൽ ബൈബിളുണ്ട് കേട്ടോ, ഞങ്ങളുടെ വീട്ടിൽ ബൈബിളുണ്ട്. പണ്ടൊരു പാസ്റ്റർ വന്നപ്പോൾ ഞങ്ങൾക്ക് ബൈബിൾ തന്നു. പിന്നെ കൊച്ചു സ്കൂളിൽ നിന്ന് വന്നപ്പോഴേ അവിടെ ഒരു പുതിയ നിയമം സിസ്റ്റർമാർക്ക് കൊടുത്തു വിട്ടു. അത് ഞങ്ങളുടെ വീട്ടിൽ ഇരിപ്പുണ്ട്. കൊച്ചിന്റെ കയ്യിലെ ബൈബിളും വീട്ടിൽ ഇരിക്കുന്ന അവിടെ ഇരിക്കുന്നവൾ അത് വായിച്ചിട്ടില്ല. ഇത് വായിച്ചെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ ഉള്ളിൽ വസിക്കുന്ന ചിന്ത നിനക്ക് വരുള്ളൂ. ബൈബിൾ നടന്നത് കൊണ്ടോ ഹല്ലേലൂയ, ബൈബിൾ വീട്ടിൽ വെച്ചത് കൊണ്ടോ ദൈവസാന്നിധ്യം അനുഭവിക്കണമെന്നില്ല. ഹല്ലേലൂയ. ദൈവസാന്നിധ്യം അനുഭവിക്കണം, ഈ വചനം വായിക്കണം. അതുകൊണ്ടാണ് ശരീരം ജീർണിച്ച് രോഗിയായി കിടക്കുന്ന ഡോക്ടർ തന്റെ ശരീരം ജീർണിച്ച് അഴുകി പുഴുവരിച്ച് നാറ്റം വെച്ച് തുടങ്ങിയപ്പോഴും ഹല്ലേലൂയ പല ഡോക്ടർമാർ തന്നെ ചികിത്സിച്ചിട്ട് സൗഖ്യമാകാതെ വന്നപ്പോൾ തന്റെ ഭാര്യ സത്യവേദ പുസ്തകം എടുത്തു വെച്ച് അവരുടെ വിശ്വാസത്തിൽ അവർ സെഫന്യാവിന്റെ പുസ്തകം 3:17 വാക്യം വായിച്ച് ഡോക്ടറെ കേൾപ്പിച്ചപ്പോൾ ഡോക്ടറെ വീണ്ടും വായിക്കാൻ ആവർത്തിച്ച് വായിക്കും തോറും എന്ത് ചെയ്തു? അദ്ദേഹം ബലപ്പെടാൻ തുടങ്ങി. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, പെന്തക്കോസ്തുകാരുടെ ഉള്ളിലെല്ലാം ഭൂതമിരിക്കുക. പെന്തക്കോസ്തുകാരുടെ എല്ലാം ഉള്ളിൽ ഭൂതമിരിക്കുന്നു. ഭൂതം ഇരിക്കുന്നുകൊണ്ടാണല്ലോ ഇപ്പം പെന്തക്കോസ്റ്റിൽ അടി നടക്കുന്നത്. യഥാർത്ഥത്തിൽ ദൈവമാണ് രക്ഷിക്കുന്ന വീരനായി നമ്മുടെ ദൈവമാണ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നെങ്കിൽ പെന്തക്കോസ്റ്റിനകത്ത് അടിയുണ്ടാകത്തില്ല, നേതൃത്വത്തിന് അടിയുണ്ടാകത്തില്ല. അല്ലെങ്കിൽ തമ്മിൽ മത്സരിക്കത്തില്ല. കസേരയുടെ 4 കാലിൽ 4 പേര് വിചാരിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വരി നടത്തത്തില്ല ഒരു കസേരയ്ക്ക് വേണ്ടി. രക്ഷിക്കുന്ന വീരനായി ഹല്ലേലൂയ നിന്റെ ദൈവമായ കർത്താവ് യഹോവ നിന്റെ ഉള്ളിൽ യേശു നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ സൗമ്യനായിരിക്കും, നീ ശാന്തനായിരിക്കും, നീ പ്രശ്നങ്ങൾക്ക് പോകത്തില്ല. കാരണം ദൈവമാണ് നിന്റെ ഉള്ളിലിരിക്കുന്നത്. ഒരേ സമയത്ത് പ്രശ്നവും കർത്താവിനും കൂടെ നമ്മുടെ ഉള്ളിലിരിക്കാനും പറ്റത്തില്ല. പ്രശ്നം ഉണ്ടാക്കുന്നവരുടെ ഉള്ളിൽ യേശു ഇല്ല. അതിന് യാതൊരു തർക്കവുമില്ല. നിങ്ങളിനി എന്തെല്ലാം വാദപ്രതിവാദം പറഞ്ഞാലും എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ പറയുന്ന ദൂത്, നീ കലഹക്കാരനാണോ, നീ പ്രശ്നക്കാരനാണോ, നീ അധികാരമോഹിയാണോ, നീ തർക്കങ്ങൾ ഉണ്ടാക്കുന്നവനാണോ, നീ ചിത്രം വരുന്നവനാണോ, നിന്റെ ഉള്ളിൽ യേശുവില്ല. നിന്റെ ഉള്ളിൽ ഇരിക്കുന്ന പിശാചാണ്, സാത്താനാണ്. അതുകൊണ്ടാണ് നീ ദൈവസഭയ്ക്ക് വിരോധമായി പോരാടുന്നത്, ദൈവജനത്തിന് വിരോധമായി പോരാടുന്നത്, ശുശ്രൂഷയ്ക്ക് വിരോധമായി പോരാടുന്നത്. അതിനനുസരിച്ച് നീ രോഗിയായി മാറും. അപ്പൊ നമ്മൾ വായിച്ച വചനം എന്താണ്? ഹല്ലേലൂയ. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിങ്കൽ ആനന്ദിക്കും. എന്താണ് ഈ വചനത്തിന്റെ ചരിത്ര പശ്ചാത്തലം? ഹല്ലേലൂയ, സ്തോത്രം. ഇത് ആമോസിൽ അല്ലല്ലേ നെഹമ്യ സെഫന്യാവ് എന്തുകൊണ്ട് പറഞ്ഞു? സെഫന്യാവ് എന്തുകൊണ്ട് പറഞ്ഞു? അതിന്റെ ചരിത്ര പശ്ചാത്തലം ഞാൻ വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാം. ഹല്ലേലൂയ. ശിക്ഷാവിധിയുടെ നടുവിലും അനുതപിച്ച് മനം തിരിയുന്നവർക്ക് കരുണ ലഭിക്കും. സകല ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കപ്പെടുന്ന നിർമ്മല ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യും. യെരൂശലേമിൽ കാണപ്പെടുന്ന കാപ്പട്ടിയും വഞ്ചനയും അഹങ്കാരവും എത്രയും വേഗം നീക്കപ്പെടും എന്ന ഈ വാചനഭാഗം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. വിവിധ ദേശങ്ങളിൽ ചിതറിപ്പാർക്കുന്നവരെല്ലാം ദേശത്ത് ചേർക്കപ്പെടും, യെരൂശലേമിൽ ചേർക്കപ്പെടുമെന്ന്.
ഈ വചനം മുമ്പ് കാലത്തും അല്ലെങ്കിൽ ഇപ്പോഴും വരെ യാഥാർത്ഥ്യമാണ്. ഞാൻ ഈ ദൈവത്തിനെ പഠിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നത് എന്റെ ശ്രദ്ധയിലേക്ക് വന്നത്. കുറെ മണിപ്പൂരിൽ ഏകദേശം 5800ഓളം അല്ലെങ്കിൽ യൂതന്മാരുണ്ട്. 5800ഓളം യൂതന്മാരെ ഇസ്രായേൽ മടക്കിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള ബില്ല് പാസ്സായി കഴിഞ്ഞു. അല്ലേ? അപ്പൊ ഇസ്രായേലിന് ചിതറിപ്പോയ യൂതന്മാർ എവിടെയുണ്ടോ അവരെയില്ല അവരവരുടെ സ്വന്തം രാജ്യത്തേക്ക് മടക്കിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെന്ന്. ഇന്ത്യയിൽ നിന്ന് അങ്ങനെ 5800 പേര് അടുത്ത താമസിയാതെ മടങ്ങിപ്പോകും. ഇന്ത്യയിലുള്ള സകല യൂതന്മാരും എന്ത് ചെയ്യും? ഇസ്രായേലിലെത്തും. വചനം മാറ്റാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ശേഷാവധിയുടെ നടുവിലും അനുദപിച്ച് മനം തിരിയുന്നവർക്ക് കരുണ ലഭിക്കും. സകല ദേശങ്ങളിൽ നിന്നും കൂട്ടിച്ചേർക്കപ്പെടുന്നവർ നിർമ്മല ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യും. യെരുശലേമിൽ കാണപ്പെടുന്ന കാപട്യവും വിജയവും അഹങ്കാരവും എത്രയും വേഗം നീക്കപ്പെടും. എന്നിട്ട് മാത്രമല്ല, യെരുശലേമിൽ ദൈവനീതി വരുത്തുന്ന രൂപാന്തരത്തെ ആണ് കാണുന്നത്. യെരുശലേമിൽ ദൈവനീതി, അവിടെ ഒരു മാറ്റം വരാൻ പോകുന്നു. മാത്രമല്ല, ഇസ്രായേലിന്റെ രാജാവോടെ വാഴുന്നത് കൊണ്ട് നഗരം വീണ്ടും ആനന്ദഘോഷത്തിലായി തീരുമെന്ന്. ഇസ്രായേലിന്റെ രാജാവാണ് ഇസ്രായേലിൽ വാഴുന്നത് കൊണ്ട്. അവിടെ ബെഞ്ചമിൻ നെതന്യാഹു നമുക്ക് ഇസ്രായേൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ തന്നെ ദാവീദ് പറഞ്ഞതുപോലെ ദാവീദ് ഇസ്രായേലിന്റെ രാജാവാണ്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ദാവീദ് പറഞ്ഞ് യഹോവ എന്റെ ഇടയനാകുന്നു, രാജാവിനും മുകളിൽ ഒരു രാജാവ് എന്ന് പറഞ്ഞ നെതന്യാഹുവിനും മുകളിൽ ഒരു രാജാവുണ്ട് ഇസ്രായേലില്. നെതന്യാഹുവിന് മുകളിൽ ഒരു രാജാവ്. ആ രാജാവ് കർത്താവായ യേശുക്രിസ്തു ഇസ്രായേലിൽ വാഴുന്നത് കൊണ്ട്, ഇസ്രായേലിന്റെ മധ്യ ഉള്ളത് കൊണ്ട് ഇസ്രായേലിൽ വീണ്ടും ജയഘോഷം, ആനന്ദഘോഷം വരാൻ പോകുന്നുവെന്ന്. എല്ലാവരെയും തകർക്കാൻ ആർക്കും കഴിയില്ല കേട്ടോ. തകർക്കാൻ ഇറങ്ങിയവരെല്ലാം തകർന്നു പോയ ചരിത്രം മാത്രമേ ഇസ്രായേലിനെ കുറിച്ചുള്ളൂ. ഹല്ലേലൂയ. ഇസ്രായേലിനെ തകർക്കുവാൻ ഈ ഉലകത്തിലൊരു ശക്തിക്കും കഴിയില്ല. അവർ ദൈവത്തിന്റെ ജനമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇസ്രായേലിന്റെ യഥാസ്ഥാനത്തെ കുറിച്ചും അവർക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹത്തെ കുറിച്ചും സെഫന്യാവ് ഇവിടെ രേഖപ്പെടുത്താൻ കാരണമായത്. ഹല്ലേലൂയ. അപ്പം വചനം പറയുന്നത്, ഹല്ലേലൂയ, ഇസ്രായേലിന്റെ പ്രധാന ശത്രു, ഹല്ലേലൂയ, എല്ലാവരും പിശാച. ഇസ്രായേലിന്റെ പ്രധാന ശത്രു ആരാണ്? പിശാചാണ്, സാത്താനാണ്. ഹല്ലേലൂയ. സ്തോത്രം. പിശാചിനെ നമ്മൾ കണ്ടിട്ടില്ല, സാത്താനെ കണ്ടിട്ടില്ല. പക്ഷെ അവനെ കാണാൻ പറ്റും. പിശാചിനെ കാണാൻ പറ്റും. പിശാചിനെ നമ്മൾ കണ്ടിട്ടില്ല, സാത്താനെ കണ്ടിട്ടില്ല. പക്ഷെ അവനെ കാണാൻ പറ്റും. എങ്ങനെ കാണാൻ പറ്റുന്ന? അവനെ മനുഷ്യരൂപത്തിൽ കാണാൻ പറ്റും. മനുഷ്യരൂപത്തിൽ സാത്താൻ, പിശാച് വന്നിട്ട് ഇസ്രായേലിനെതിരെ പോരാടും. ഇസ്രായേൽ അവനെ തരിപ്പണമാക്കും. ദൈവജനത്തെ പോരാടുന്ന അന്ധകാരത്തിന്റെ ശക്തികളോട് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇസ്രായേൽ എന്ന് പറയുന്ന ദൈവത്തിന്റെ ജനത്തെ, ഇസ്രായേലിനെ പുതിയ നിയമസഭയെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളുടെ പറയട്ടെ, പാതാള ഗോപുരങ്ങൾ ദൈവസഭയെ ജയിക്കത്തില്ലെന്ന്. അതുകൊണ്ടാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷം 16:18 വായിച്ചത്. നീ പത്രോസാകുന്ന ഈ പാറമേൽ നിന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ, ഒരു പാതാള ഗോപുരങ്ങൾക്ക്, ഒരു സാത്താന ശക്തികൾക്ക്, ഒരു പിശാചിനും ദൈവസഭയോ ഇസ്രായേൽ സമൂഹത്തെയോ പുതിയ ഇസ്രായേലിനെ തകർക്കാൻ കഴിയുകയില്ലെന്ന്. കാരണം നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യ ഇരിക്കുന്നത് കൊണ്ട് നമ്മെ തകർക്കുവാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിവില്ല. വചനം ഒന്ന് വായിച്ചതൊക്കെ മനസ്സിലാകും. ഹല്ലേലൂയ. ഈ വചനമൊക്കെയാണ് ഞങ്ങൾ ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന് പറഞ്ഞ ദൈവം നമ്മെ ഒരുക്കിയെടുക്കും. ദൈവം നമുക്ക് നായകനായി നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട്, ഹല്ലേലൂയ, ദൈവം നമ്മെ കാത്തു പരിപാലിക്കും. ഇസ്രായേലിന് ചിതറിപ്പോയ യൂതന്മാർ ഇസ്രായേലിന്റെ മധ്യേ രക്ഷിക്കുന്ന വീരരായി ഉള്ളത് കൊണ്ട് വിവിധ രാജ്യങ്ങളിൽ മടങ്ങിപ്പോയവർ, അല്ലെങ്കിൽ ചിതറിപ്പോയവർ, അവരെ മടക്കി ഇസ്രായേലിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ഈ വചനമൊക്കെ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ ഏതെല്ലാം സാഹചര്യത്തിലൂടെ കടന്നുപോയാലും, നീ ഏതെല്ലാം പ്രതികൂലത്തിന്റെ നടുവിലൂടെ കടന്നുപോയാലും, കർത്താവിന് വേണ്ടി നിന്റെ ഹൃദയം ഒന്ന് കൊടുത്താൽ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിന്റെ തരിശായ അനുഭവത്തെ ദൈവം മാറ്റിത്തരും. ഭൂമി പാഴും ശൂന്യമായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ. ആഴത്തിന് ഇരുളുണ്ടായിരുന്നു.
ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിനെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഇതൊക്കെ നമ്മള് ഉൽപ്പത്തി പുസ്തകം 1:1-2 വായിക്കുന്നുണ്ട്. അല്ലേ? അപ്പം പാഴും ശൂന്യവുമായിരുന്ന ഭൂരഹിതമായി കിടന്ന ഭൂമിയെ ഒരു പുതിയ ഒരു പുനരാവർത്തനത്തിലൂടെ, പുതിയ സൃഷ്ടിപ്പിലൂടെ അതിനെ പുതുക്കിയെടുക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, വെളിച്ചമില്ലാതെ ആഴത്തിൽ ഇരുൾ വീശിക്കിടന്ന ഈ ഭൂമിയെ വെളിച്ചം കൊണ്ട് നിറയ്ക്കുവാൻ ഹല്ലേലൂയ നമ്മുടെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 1:1-2 നിങ്ങൾ വായിക്കുക. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ഹല്ലേലൂയ. ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഈ വചനം സെഫന്യാവ് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു: നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യയിരിക്കുന്നു. കണ്ടോ? ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നുവെങ്കിലും ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി വെള്ളത്തിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അതേ ശ്രോതാവേ, പാഴും ശൂന്യമായിരുന്ന ഭൂരഹിതമായിരിക്കുന്ന ജീവിതമാണോ നിന്റെ ജീവിതം? തകർന്നതാണോ? ആമേൻ. അലിയ ദൈവത്തിന് പുതുക്കുവാൻ കഴിയും. നീ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ചില വിഷയങ്ങൾക്ക് ദൈവത്തിന്റെ ആത്മാവ് മറുപടി തരാൻ പോകുകയാണ്. നിന്നെ തകർക്കുവാൻ, നിന്നെ ഉടയ്ക്കുവാൻ, നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ പല ആളുകളും നോക്കിയില്ലേ? നിന്നെ ഭൂമുഖത്വം തുടച്ചു മാറ്റുവാൻ വേണ്ടി പലരും നിനക്ക് നേരെ പല കുതന്ത്രങ്ങളുമായി വന്നില്ലേ? പലപ്പോഴും നിനക്ക് ചോദ്യചിഹ്നങ്ങൾ വന്നിട്ടില്ലേ? സഹോദരി, സഹോദര, നിന്റെ കുടുംബത്തെയും നിർമൂലനം ചെയ്യുവാൻ പലരും ശ്രമിച്ചില്ലേ? നാട്ടിൽ നിന്നെ ആട്ടിപ്പായിക്കുവാൻ പലരും ശ്രമിച്ചില്ലേ? പക്ഷേ ദൈവം നിന്നോട് കൂടെയുണ്ടെങ്കിൽ നിന്നെ തകർക്കാൻ ആർക്കും കഴിയില്ല. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ നാം എല്ലാവരും ഛത്തീസ്ഗഡിന്റെ വിവിധ ഗ്രാമങ്ങളിൽ നിന്ന് മതനിരോധന നിയമം കൊണ്ടുവന്ന് മതനിർന്ന യുവതി അനേക ക്രൈസ്തവരെ നാട്ടിൽ നിന്ന് അലിയ ആട്ടി ഓടിച്ച് പടിയടച്ച് വെണ്ടം വെച്ചെന്നൊക്കെ പറഞ്ഞ പോലെ ക്രൈസ്തവ സമൂഹത്തെ ആട്ടിപ്പായിച്ചു. അവർ വനങ്ങളിലും കാടുകളിലും പള്ളുകളിലും ഒക്കെ അവർ ജീവിതം നയിക്കുന്നുണ്ട്. ലേദിയ അവർ അങ്ങനെ ജീവിക്കുന്നുണ്ട്. സ്വന്തം നാടും വീടും വിട്ട് ഒരാഴ്ച മുഴുവൻ അധ്വാനിച്ചത് വിട്ടുകളഞ്ഞിട്ട് വെറും കൈയോടെ സ്വന്തം ഗ്രാമം വിട്ടു പോകേണ്ടി വന്ന ക്രൈസ്തവ സമൂഹം. പ്രവേശനോ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്ന ചില സന്ദേശമുണ്ട് കേട്ടോ. ഛത്തീസ്ഗഡിന്റെ വിവിധ ഗ്രാമപ്രദേശം മതനിരോധന നിയമം കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ മതം കിട്ടി അവർ ജയിലിലടച്ച് അവരെ നാട്ടിൽ നിന്ന് പാലായനം ചെയ്തിട്ടുണ്ടെങ്കിൽ, ചിതറിപ്പോയ യൂതന്മാരെ ഇസ്രായേലിലേക്ക് മടക്കിക്കൊണ്ടുവന്നൊരു ദൈവമുണ്ട്. ഇന്നും മടക്കി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ക്രൈസ്തവ സമൂഹത്തിൽ നഷ്ടപ്പെട്ടതിനെ മടക്കി തരാൻ ഞങ്ങളുടെ ദൈവം വിശ്വസ്തനാണ്. കാരണം ഞങ്ങളുടെ ദൈവം രക്ഷിക്കുന്ന വീരനായി ഞങ്ങളുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് എവിടെയെല്ലാം ദൈവജനം ചിതറിപ്പോയോ, ഗ്രാമം വിട്ട്, സ്വന്തം ദേശം വിട്ട്, നാട് വിട്ട് പോകേണ്ടി വന്നോ, അവിടേക്ക് ദൈവം മടക്കിക്കൊണ്ടിരിക്കും. ഇന്ന് 5800 ആളുകളെ മണിപ്പൂരിൽ നിന്ന് ഇസ്രായേലിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ നല്ലൊരു ഛത്തീസ്ഗഡിൽ ചിതറിപ്പോയും ദൈവം തിരിച്ചവിടെ തന്നെ കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുക. ഞാൻ ഈ വചനം പറഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എന്റെ വിശ്വാസം കൂടെ ഞാൻ പറയുന്നത് കേട്ടോ. കാരണം ഞാൻ വിശ്വസിക്കുന്ന ദൈവം ശക്തനാണ്. ഞാൻ വിശ്വസിക്കുന്ന ദൈവം രക്ഷിക്കുന്ന വീരനായി എന്റെ ഉള്ളിൽ, എന്റെ ഹൃദയത്തിൽ വസിക്കുന്നതുകൊണ്ട് എനിക്കറിയാം ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി ഉണ്ടാകുമെന്നാണ്. പ്രവേശനോ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, നിന്നെ തകർക്കുവാൻ ആർക്കും കഴിയില്ല, നിന്നെ നശിപ്പിക്കുവാൻ ആർക്കും കഴിയത്തില്ല. ജീവിതം തകർന്നതാണോ, നിരാശയാണോ, സങ്കടമാണോ, സാമ്പത്തിക ഞെരുക്കമാണോ, കടബാധ്യതയാണോ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അല്ലേലിയ സ്തോത്രം. അപ്പൊ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ ഇതെല്ലാം അറിഞ്ഞിട്ട് ഞങ്ങളെ സഹായിക്കാനാണല്ല. എന്നെ സഹായിക്കാൻ ആരുണ്ടെന്ന് നോക്കിയാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷെ എനിക്കൊരു ഉറപ്പുണ്ട്. എന്നാ പറയുക, നിങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ നിങ്ങളെ രക്ഷിക്കുന്ന വീരനായ കർത്താവ് നിന്റെ ഉള്ളിൽ വസിച്ചാൽ നിന്റെ പാഴും ശൂന്യമായ അനുഭവം മാറും. അവൻ വീണ്ടും ഉൽപ്പത്തി പുസ്തകം 1-3 വന്നപ്പം കാണുന്നുണ്ട്, പാഴും ശൂന്യമായി കിടന്ന, ഭൂരഹിതമായി കിടന്ന, ആഴത്തിന് ഇരുൾ മൂടിക്കിടന്ന ആ ഭൂമിയില് നമ്മുടെ കർത്താവ് വെളിച്ചം ഉണ്ടാകട്ടെ എന്നൊരൊറ്റ കൽപ്പനയാണ്. അല്ലേ? വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ മാത്രയിൽ നിമിഷങ്ങളുടെ നൊടി നേരത്തിനിടയിൽ, കണ്ണിമയ്ക്കുന്നതിനിടയിൽ, ലേഡിയ നൊടി നേരത്തിനിടയിൽ കണ്ണിമയ്ക്കുന്നിടയിൽ ഇരുള് മാറിപ്പോയി, വെളിച്ചം ഭൂമി നിറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ വചനം ഞാൻ നിങ്ങളോട് പറഞ്ഞ ശക്തമായ ദൂതങ്ങളോട് കൈമാറുക. അത് നിന്റെ ജീവിതത്തിന്റെ ഇരുള് മാറാൻ സമയമായി. നിന്റെ ജീവിതത്തിന്റെ ഇരുള്, കുടുംബത്തിന്റെ ഇരുള്, മക്കളുടെ ഇരുള്, നിന്റെ ഭാവിയുടെ ശുശ്രൂഷയുടെ ഇരുള് മാറാൻ സമയമായി. ഒരു വെളിച്ചം നിന്റെ ശുശ്രൂഷയ്ക്കകത്ത്, നിന്റെ ജീവിതത്തിനകത്ത്, കുടുംബത്തിലേക്ക് പ്രകാശിപ്പാൻ
ദൈവം തുടങ്ങിയിരിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നു വെളിച്ചം വന്നാൽ ഇരുൾ മാറിപ്പോകട്ടോ. പ്രവേശനോ അതെ, നീ ദൈവത്തിന് വേണ്ടി നേൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ മരുന്നുകൾക്കും ടോണിക്കുകൾക്കും വലിയ മരുന്നുകൾക്കും ടോണികൾക്കും നമ്മുടെ ഉള്ളിൽ കാമം വസിക്കുന്ന രോഗത്തെ സൗഖ്യമാക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. നമ്മൾ കഴിക്കുന്ന വില കൂടിയ മരുന്ന്, വില കൂടിയ ടോണിക്കുകൾ, വില കൂടിയ ഇഞ്ചക്ഷനുകൾ, അല്ലെ ആമൻ ലക്ഷക്കണക്കിന് രൂപ മുടക്കി നടത്തുന്ന ശസ്ത്രക്രിയകൾ, സർജറികൾ, ഇതിനൊന്നും നമ്മെ സൗഖ്യമാക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. എത്രയോ ലക്ഷക്കണക്കിന് രൂപ മുടക്കി മരുന്നുകളും ടോണിക്കുകളും ഒക്കെ വാങ്ങി ഇഞ്ചക്ഷനൊക്കെ ചെയ്തിട്ടും ശസ്ത്രക്രിയ ചെയ്തിട്ടും ഒക്കെ രക്ഷപ്പെടാത്തവരുണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്തിട്ട് രക്ഷപ്പെടാനില്ലെങ്കിലും എത്രയോ ആളുകൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ ആശുപത്രി കിടക്കയിൽ നിന്ന് സ്തോത്രം വെന്റിലേറ്ററും ജീവൻ പ്രാപിച്ചു പുറത്തു വന്നിട്ടുണ്ട്. അവസാനം ഡോക്ടർമാർ മടുത്തു കഴിഞ്ഞ് വെന്റിലേറ്ററിൽ കൊണ്ടുപോയി ഇട്ടു, ശ്വാസം കൊടുത്തിട്ടിരിക്കുക. ഇനി അധിക സമയത്ത് വെന്റിലേറ്ററിന് ഓക്സിജൻ മാറ്റി കഴിഞ്ഞ ആള് വടിയായി എന്നൊക്കെ പറഞ്ഞ ആള് തീർന്നു. വെന്റിലേറ്ററിൽ മരണത്തോട് മല്ലടിച്ചു കിടന്ന മരണത്തെ മുഖാമുഖമായി കണ്ട എത്രയോ ആളുകൾ പുറത്തു വന്നിട്ടുണ്ട്. അല്ലേ, എങ്ങനെയാ പുറത്തു വന്നത്? നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി വെന്റിലേറ്ററിൽ കിടങ്ങുന്ന വ്യക്തിയുടെ ഉള്ളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. പുറത്തു നടന്ന പ്രാർത്ഥനയ്ക്കകത്തുന്ന ദൈവശക്തി ഉള്ളിലേക്ക് ചെന്നത് കൊണ്ട് എന്ത് ചെയ്തു? വെന്റിലേറ്ററിന് ചിലരൊക്കെ പുറത്തു വന്നു. അപ്പം ടോണിക്കിനും മരുന്നുകൾക്കും ആന്റിബയോട്ടിക്കിനും ഇവിടുത്തെ സർജറിക്കും ചെയ്യുവാൻ കഴിയാത്ത സൗഖ്യത്തെ യേശുവിന് തരാൻ കഴിയുമെന്ന്. ലേരിയ ഒരുപക്ഷെ നീ വെന്റിലേറ്ററായി ഐസിയുലായിരിക്കാം, ലേരിയ ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കാം, ഒരുപക്ഷെ ഓപ്പറേഷൻ രാവിലെ കാത്തിരിക്കുകയായിരിക്കാം. ലേരിയ മാറാ രോഗമായി കട്ടിലെ കിടപ്പായിരിക്കാം, നരിയാണ് ഉറപ്പിച്ചിട്ട് നാളുകളായിരിക്കാം. ഒരാളുടെ സഹായമില്ലാതെ എഴുതേക്കാൻ കഴിഞ്ഞത് വരത്തില്ല. ലേരിയ അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. അവന്റെ ദിവസം 3-17 വാക്യം പറഞ്ഞ് നീ അങ്ങോട്ട് പ്രാർത്ഥിക്ക്. ദൈവത്തിന് വേണ്ടി ഹൃദയം വിട്ടുകൊടുക്ക്. മദ്യത്തിന് അടിമയാണോ? ലഹരിക്ക് അടിമയാണോ? കുടുംബം തകർന്നു കിടക്കുകയാണോ? നിന്നെ രക്ഷിപ്പാൻ കർത്താവിന് കഴിയും. പ്രേസരോ വിശ്വസിക്കരം പഠിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് ഞാൻ ഈ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ വിവിധ സ്ഥലങ്ങളിൽ, കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങൾ കഷ്ടം സഹിക്കുന്ന അനുഭവത്തി ആളുകളെ എനിക്കറിയാം. നൊമ്പരപ്പെടുന്നത്, വേദനിക്കപ്പെടുന്ന എനിക്ക് പലരെ അറിയാം. പ്രേസരോ അതിനോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് പറയുക, നിന്റെ വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ, നിന്റെ വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ എന്റെ മകന്റെ ഭൂതോപദ്രവത്തെ മാറ്റിയവന് സൗഖ്യമാക്കി തരണമെന്ന് ചന്ദ്രരോഗം പിടിച്ച പിതാവ് യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, നിന്നാൽ വല്ലതും കഴിയുമെങ്കിലെന്നോ? വിശ്വസിക്കുന്നവന് സകലവും കഴിയും. അതെ, നീ കർത്താവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണോ? യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണോ? പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ വാസം ചെയ്യുക. നിന്റെ ഹൃദയത്തെ കൊടുക്കും, നിന്റെ കൂടാരത്തെ നീ കൊടുക്കുന്നോ? അവൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ശക്തനാകട്ടോ പ്രിയരെ, നമ്മുടെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ മരുന്നുകൾക്കും ടോണികൾക്കും നിങ്ങൾക്കുള്ളിൽ സുഖപ്പെടുത്തുവാൻ കഴിയാതെ വരുമ്പോൾ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഗിലെയാദിന്റെ വൈദ്യനായിരിക്കുന്ന സുഗന്ധ തൈലമൊക്കെ പറയുമ്പോൾ ഹല്ലേലൂയ നമ്മളെ ക്രൂശിലേക്ക് നോക്കിയാൽ മതി. കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടാട്ട് നിങ്ങളുടെ ആത്മാവിന്റെ കണ്ണുകളൊന്ന് പ്രകാശിക്കട്ടെ, ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കട്ടെ. ക്രൂശിൽ നിനക്ക് വേണ്ടി മരിച്ച കർത്താവിന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി കൊണ്ട് ഹൃദയദൃഷ്ടി തുറന്ന് കാണ്. നിനക്ക് വേണ്ടി ഒഴുകപ്പെട്ട രക്തം, ഹല്ലേലൂയ, ആ രക്തം നിന്റെ ശിരകളിന്മേൽ വ്യാപരിക്കുമ്പോൾ നിന്റെ ശിരസ്സോട്ട് ഉള്ളംകാലി വരെ എല്ലാ നാട്ടി നരമ്പുകളിലും ജോയിന്റുകളിലും പേശികളിലും രക്തധമനികളിലും ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും അത്ഭുതത്തിന്റെ ശക്തിയും ആ രക്തത്തിന്റെ ശക്തിയും അവന്റെ നാമത്തിന്റെ ശക്തിയും നിന്റെ ശരീരമാസകലം വ്യാപരിക്കുമ്പോൾ, ആ രക്തം നിന്റെ സിരകളിലൂടെ ഒഴുകി ഇറങ്ങുമ്പോൾ ഹല്ലേലൂയ നിന്റെ ശരീരത്തിലെ സകല രോഗങ്ങളും മാറിപ്പോകും. പ്രൈസ് ലോർഡ്. നീ പൂർണ്ണ സൗഖ്യത്തിലേക്ക് വരും. നമ്മുടെ ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ആരാ സൗഖ്യമാക്കുന്നത്? അതുകൊണ്ടാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ 53-ാം അധ്യായമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. 53-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ,
അതിന്റെ ആശയപ്രവചനം 53:4 തൊട്ട് വായിക്കാൻ കേട്ടോ. അവിടെ ഇങ്ങനെ ഇരിക്കുന്നു: സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അല്ലേലിയ അവന്റെ മേലായി, അല്ലേലിയ. എന്നിട്ട് പറയുകയാണ്, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി തന്നെത്താൻ താഴ്ത്തി വായി തുറക്കാതിരുന്നിട്ട് അവൻ നമുക്ക് വേണ്ടി പീഡിപ്പിക്കപ്പെട്ടു. ക്രൂശിൽ നമുക്ക് ഈ പ്രവാചകൻ പറഞ്ഞത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ സംഭവിച്ചു. ഈ രോഗസൗഖ്യം എന്നൊക്കെ പറയുന്നത്, പ്രവാചകൻ രോഗസൗഖ്യം എന്നൊക്കെ പറയുന്നത് അല്ലടി നമുക്കറിയാം അല്ലേ, കർത്താവായ യേശുക്രിസ്തുവിന്റെ അമലിയ ഈ ഭൂമിയിലെ ശുശ്രൂഷയില നിറവേറി എന്നുള്ളതാണ്. അല്ലേലിയ. മത്തായിയുടെ സുവിശേഷം 8-17 വാക്യമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു നമുക്ക് സൗഖ്യമായി പറയുമ്പോൾ യേശുവിന്റെ ശുശ്രൂഷയിൽ തന്നെ അനവധി രോഗികൾ സൗഖ്യം പ്രാപിച്ചു ഈ പ്രവചനം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, ഈ രക്ഷിക്കുന്ന വീരനായി യേശു നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ നിന്റെ ശരീരത്തിലെ സകല ബന്ധനം വഴി പ്രയോജനോ. ഇന്ന് പലരും ബന്ധിക്കപ്പെട്ട് കിടക്കുക. പലരും രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്, അഭിഷേകമുള്ളവരാണ്, അന്യഭാഷയിൽ ആരാധിക്കുന്നവരാണ്, ദൈവവചനം വായിക്കുന്നവരാണ്, പ്രസംഗിക്കുന്നവരാണ്. പലരും ബന്ധനത്തിൽ കിടക്കുന്നു, പലരും ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു. എന്തുകൊണ്ട്? അല്ലേരിയ, നിന്റെ ഉള്ളിൽ പാപം വസിക്കുന്നു. പാപത്തിന് നിന്റെ പാപം നിന്റെ ഹൃദയത്തെ തകർത്തുകൊണ്ടിരിക്കുന്നു. പാപം എന്ന് പറയുന്ന, ശാപം എന്ന് പറയുന്ന, അന്ധകാരം എന്ന് പറയുന്ന പൈശാചിക ശക്തികളെ നിന്റെ ഉള്ളിൽ നീക്കിക്കളഞ്ഞ്, അവിശ്വാസത്തെ നീക്കിക്കളഞ്ഞ്, നമ്മുടെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നമ്മുടെ ഹൃദയത്തിൽ വസിപ്പാൻ ഇടം കൊടുത്താൽ സ്തോത്രം, നമ്മൾ എന്ത് ചെയ്യും? സ്തോത്രം, നമ്മൾ സന്തോഷിപ്പാടേയായി തീരും. ലേരിയ, നമുക്ക് ജീവിതത്തിൽ ഒരു സന്തോഷമാണ് വേണ്ടിയത് കേട്ടോ. ലേരിയ, ജീവിതത്തിൽ ആനന്ദമാണ്, അത് ദൈവം തരാൻ ആഗ്രഹിക്കുന്ന. അതാണ് വചനമൊക്കെ ഇങ്ങനെ വായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പം വേദപുസ്തകം പറഞ്ഞ നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നാണ് നമ്മൾ ഈ സങ്കീർത്തന പുസ്തകമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. സങ്കീർത്തനം എന്നൊക്കെ പറയുന്നത് നമുക്കൊരു ആശ്വാസത്തിന് വന്നതാകട്ടെ. ഏത് പ്രതിസന്ധികളുടെ നടുവിലും നമുക്കൊരാശ്വാസം തരുന്നതാണ്. 68 സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ, 68 സങ്കീർത്തനം അതിന്റെ 19 വാക്യം വായിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട്, നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവൻ നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. മരണത്തിൽ നീക്കുപോക്കുകൾ നമ്മുടെ കർത്താവിന്റെ കരങ്ങളിൽ ഉണ്ടെന്ന്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. മരണത്തിൽ നീക്കുപോക്കുകൾ നമ്മുടെ കർത്താവിന്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് യെശയ്യാ പ്രവാചക പുസ്തകം നമ്മൾ വായിച്ച ആ രോഗസൗഖ്യത്തിന്റെ ആ ശുശ്രൂഷ മത്തായി 8:17 വായിച്ച് ഹല്ലേലൂയ നമ്മൾ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ഈ വചനത്തിന്റെ മാധുര്യമൊക്കെ അനുഭവിക്കണം എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ രക്ഷയാകുന്ന ദൈവം രക്ഷിക്കുന്ന വീരനായി ഉദ്ധാരണങ്ങളുടെ ദൈവമായി നമ്മുടെ ഉള്ളിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ശത്രു പ്രബലനായിരുന്നാലും നമ്മുടെ രക്ഷകൻ വിടുവിക്കുക ശക്തനാണ്. ഹല്ലേലൂയ. അവൻ നമ്മുടെ ഭാരങ്ങളെ മാറ്റി ആശ്വാസവും നന്ദി നിറഞ്ഞ ഹൃദയവും നൽകുന്നു. ശത്രു എത്ര പ്രബലനായിരുന്നാൽ, സാത്താൻ ഭയങ്കര പ്രബലനാണ് കേട്ടോ. അവൻ ഭയങ്കര തന്ത്രശാലിയാണ്, സൂത്രശാലിയാണ്. അവൻ വിവിധ തലങ്ങളിലാണ് നമ്മെ നശിപ്പിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ അറിഞ്ഞ് അവൻ നമ്മെ തകർക്കാനായിട്ട് നമ്മളോടൊപ്പം ചേരും, നമ്മളോടൊപ്പം കൂട്ടുകൂടും. എന്നിട്ട് അവൻ നമ്മെ തകർക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് ശത്രു എത്ര പ്രബലനായിരുന്നാലും രക്ഷിക്കുന്ന വീരനായ യേശു, നമ്മുടെ രക്ഷയാകുന്ന ദൈവം, ഉദ്ധാരകനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ ശത്രുവിനെ തകർക്കാൻ കഴിയത്തില്ല. നമുക്ക് ആശ്വാസവും നന്ദി നിറഞ്ഞ ഹൃദയവും ദൈവം തരും. ഹല്ലേലൂയ. വിശ്വസിക്കാൻ കഴിയുമോ? അതുകൊണ്ട് വചനം പറയുന്നത്, നമ്മുടെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുവാനോ കൽപ്പിക്കുകയാണ്, അവൻ രക്ഷിക്കുകയും ചുമക്കുകയും നടത്തുകയും ചെയ്യുന്ന ദൈവമാണെന്ന് വചനം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്. നമ്മുടെ ദൈവം നമ്മെ രക്ഷിക്കുകയും ചെയ്യുന്നവനാണ്,
നമ്മെ ചുമക്കുകയും ചെയ്യുന്നവനാണ്, നടത്തുകയും ചെയ്യുന്നവനാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46 അധ്യായം 3-4 വാക്യങ്ങളും പുറപ്പാട് പുസ്തകം 19-4 അല്ലെങ്കിൽ ആവർത്തന പുസ്തകം 1-31 ഭാഗങ്ങളൊക്കെ വായിച്ചാൽ കാണാൻ കഴിയും. നമ്മെ രക്ഷിക്കുന്നവൻ, നടത്തുന്നവൻ, ലേലിയ സ്തോത്രം, നമ്മെ ചുമക്കുകയും ചെയ്യുന്നവൻ, രക്ഷിക്കുന്ന വീരനായി നമ്മുടെ ഉള്ളിൽ. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ട് എന്ന് യുവതിവാക്കന്മാരോട് പറയട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവമായ കർത്താവ് രക്ഷിക്കുന്ന വീരനായി ഉണ്ടോ? സഹോദരി, രക്ഷിക്കുന്ന വീരനായി യേശു നിന്റെ ഹൃദയത്തിലുണ്ടോ? സഹോദര, യേശു ഉണ്ടോ നിന്റെ ഹൃദയത്തിൽ രക്ഷിക്കുന്ന വീരനായി? പിന്നെ നീ എന്തിനെ സാത്താനെ ഭയപ്പെടണം? അവൻ പ്രബലനായി നിനക്ക് നേരെ ആയുധമെടുക്കുമ്പോൾ, അവൻ പ്രബലനായി നിനക്ക് നേരെ വാതു വെട്ടി വരുമ്പോൾ, അല്ലേലിയ, നീ എന്താണ് ചെയ്യേണ്ടത്? അവനെ കണ്ട് നീ ഓടരുത്. ഫേസ് ലേഖനം 6:10-12 എന്ന് വായിച്ച് നിങ്ങൾ ശക്തിപ്പെടുന്ന ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിനും ശക്തിപ്പെടുവി. അല്ലേലിയ, ആമേൻ, സ്തോത്രം. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളുള്ള വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൽ ലോകാധിപതി സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളുടെ അവൻ നിനക്ക് നേരെ പോരാടാൻ വരുമ്പോൾ, നിനക്ക് നേരെ തന്ത്രം വരുമ്പോൾ ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് നീ എഴുന്നേൽക്കണം. ചട്ടക്കൂട്ട് എഴുന്നേൽക്കണം. ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ച് നീ എഴുന്നേറ്റാൽ രക്ഷിക്കുന്ന വീരനായി യേശു നിന്റെ ഹൃദയത്തിനകത്ത് വന്നാൽ, വസിച്ചാൽ, സാത്താൻ നിന്നെ വിട്ട് ഓടിപ്പോകും. അല്ലേലിയ, നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ. അല്ലേലിയ, ദൈവത്തിന് കീഴടങ്ങും. എന്ന് സാത്താൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പ്രൈസ്. നമുക്ക് ദൈവത്തെ കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. യേശുവിനെ കൂടാതെ ഒന്നും ചെയ്യുവാൻ കഴിയില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം പാപത്തിന്റെ ചെളിയിൽ നിന്ന് ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ച് രക്ഷിക്കുന്ന വീരനായി എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ വന്നപ്പോഴാണ് യഥാർത്ഥ സമാധാനം, സൗഖ്യം, സന്തോഷം, ആനന്ദമൊക്കെ എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. എൻ്റെ ഏരിയ അതിനുമുമ്പ് പ്രബലനായൊരു സാത്താൻ എന്നെ പ്രബലനായിരുന്ന സാത്താൻ എന്നെ നടത്തിക്കൊണ്ടിരുന്നു 36 വർഷം. പ്രൈസ്. അവന്റെ കയ്യിൽ നിന്ന് മോചിക്കപ്പെട്ടപ്പോൾ, അവന്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെട്ടപ്പോൾ, അവന് നീ സ്വാതന്ത്ര്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ, നമ്മൾ സാത്താനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ, ഞാൻ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ, എൻ്റെ കർത്താവ് രക്ഷിക്കുന്ന വീരനായി എൻ്റെ ഉള്ളിൽ വസിച്ചു. പ്രൈസ്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ വളരെ സന്തോഷത്തിലാകട്ടോ. കാരണം എനിക്കറിയാം, ഞാൻ ഏത് വഴിയെ യാത്ര ചെയ്താലും, ഏത് വണ്ടിയെ യാത്ര ചെയ്താലും, എത്ര ദൂരം യാത്ര ചെയ്താലും, ഏത് രാത്രി യാത്ര ചെയ്താലും, ഏത് പകൽ യാത്ര ചെയ്താലും, ഞാൻ ഏകനായിട്ട് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാലും, എൻ്റെ ശുശ്രൂഷയിലും എൻ്റെ ജീവിതത്തിലും എല്ലാം നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് നിന്റെ പ്രതിയോഗിയായ ശത്രു അലറുന്ന സിംഹം എന്ന പോലെ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആമൻ നിങ്ങളെ വിഴുങ്ങുവാൻ ചുറ്റി നടന്നാലും, ലേലിയ, രക്ഷിക്കുന്ന വീരനായ യേശു നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ, ആമൻ, അല്ലേലൂയ, നിന്നെ തകർക്കാൻ സാത്താന് കഴിയില്ല. നമ്മുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങിട്ടും തിരഞ്ഞു വിറ്റ് നടക്കുന്നു എന്നാണ് 1 പത്രോസ് ലേഖനം 5:7 നമ്മൾ വായിക്കുന്നുണ്ട്. 8 സ്തോത്രം. അപ്പം നമ്മുടെ ദൈവം രക്ഷിക്കുന്ന വീരനായി നിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അല്ലേ? ഇന്ന് നമുക്ക് ഈ കൺവെൻഷൻ മീറ്റിങ്ങിലൊക്കെ പോയി ഭൂതവിളകുന്ന കാണാൻ കഴിയും. കൺവെൻഷൻ മീറ്റിങ്ങിലൊക്കെ പോയി ഭൂതവിളക്കും, വിശ്വാസികളുടെ ഭൂതവിളകുന്നത്. ലേലിയ, രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്, അഭിഷേകമുണ്ട്, അനിഭാഷമുണ്ട്, ആരാധിക്കും, ബൈബിളുണ്ട്, സാക്ഷിയൊക്കെ പറയും, സുവിശേഷവരെയൊക്കെ പാകമൊക്കെ ആയിത്തീരുന്നു. പക്ഷേ യോഗം അങ്ങനെ നടക്കുന്ന ദൈവദാസന്മാരെ ശുശ്രൂഷിച്ച് പാടി ആരാധിച്ച് ദൈവത്തെ മഹത്വത്തെ ദൂതം കൊണ്ട് പറയുമ്പോഴും എന്ത് ചെയ്യും? വിശ്വാസികൾ ഭൂതവിളകും. ഞാൻ ഇതിനെക്കുറിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് വിശ്വാസികൾ ഭൂതവിളകുന്നത്? രക്ഷിക്കപ്പെട്ടതല്ലേ നീ? സ്നാനപ്പെട്ടതല്ലേ? അഭിഷേകമില്ലേ നിന്റെ? ബൈബിളിൽ എന്ത് വചനം നിന്റെ ഉള്ളിലുണ്ടല്ലോ. പിന്നെ എങ്ങനെയാ നിന്റെ ഉള്ളിൽ ഭൂതം ഇരിക്കുന്നേ? നിന്റെ ഉള്ളിൽ ഭൂതത്തിനിരിക്കുന്ന ഇടം കൊടുത്തിട്ടല്ലേ നിന്റെ ഉള്ളിൽ ഭൂതം കയറിയേ? നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ വിശ്വാസിയായ സഹോദരി, വിശ്വാസ സഹോദരൻ, നിന്റെ ഉള്ളിൽ ഭൂതം ഇളകത്തില്ലായിരുന്നു. രക്ഷിക്കുന്ന വീരനായ യഹോവ നിന്റെ ഹൃദയത്തിൽ ഇല്ലാത്തതുകൊണ്ട് നിന്റെ ഭൂതം കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് നീ പ്രാർത്ഥനയ്ക്കകത്ത് ഭൂതം ഇളകുന്നത്. അല്ലേ? ഹരിയ ആ വിചാരം യാക്കോബിന് ഭരിക്കില്ല, ലക്ഷണത്തിൽ സായി ഭരിക്കുകയില്ല. ആ വിചാരം യാക്കോബിന് പറ്റിയില്ല, ലക്ഷണത്തിൽ സായി ഭരിക്കുകയില്ലെന്ന് നമ്മൾ സ്തോത്രം സംഖ്യാപുസ്തകം 23:23 നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. ഹല്ലേലൂയ. അപ്പം നിന്റെ ഉള്ളിൽ ഭൂതം ഇളകുന്നുണ്ടെങ്കിൽ നീ ഓർത്തണം, കർത്താവ് നിന്റെ ഉള്ളിലില്ല. നിന്റെ ഉള്ളിൽ ഭൂതം വിളകി, നീ പ്രാർത്ഥനയ്ക്കകത്ത് ഭൂതം വിളകിയെങ്കിൽ, ഈ ഭൂതത്താൽ നീ നിറയെ തുള്ളുന്നുണ്ടെങ്കിൽ, ചിലരൊക്കെ അഭിനയം, ഞാനിത് പറയുമ്പോൾ എന്നോട് എൻ്റെ ചിലൊരു സഹോദരൻ പറയും, എൻ്റെ ഭാഷ പല്ലു അഭിനയമാണെന്ന് പറയും. ശരിയാ, പല്ലു അഭിനയം. ചിലർക്ക് ഈ സഭയിലേക്ക് വന്ന് യോഗമൊക്കെ നടക്കുമ്പോൾ
ഭൂതം ഇളകിയതുപോലെ ഒന്ന് കാണിച്ച് തുള്ളി ചാടി തലമുടിയൊക്കെ ഇട്ടൊന്ന് കറക്കി വട്ടം കറങ്ങി നിലത്തും കൊണ്ട് ഉരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഇടത്ത് വലത്ത് മാറി എന്നൊക്കെ പറയുമല്ലോ. അടവുകൾ 18 എടുത്തിട്ടും വീണ്ടും 19 എടുത്ത് ദേവദാസന്മാരെ ചുറ്റിക്ക് നേരെ ഭൂതങ്ങളുണ്ട് വിശ്വാസികളിൽ. മീറ്റിങ്ങിനകത്താണ് വെളിപ്പെടുന്നത്. അല്ലേ? എന്താ യോഗം കഴിയുമ്പോൾ അവിടെ ഉള്ള ഭൂതം ഉണ്ടായിരുന്നു, പോയി. എവിടെ പോയെന്നാ? വീണ്ടും അടുത്ത മീറ്റിംഗ് പിന്നെ ഇത് തന്നെ ഗതി. വീണ്ടും അടുത്ത മീറ്റിംഗ് ഇത് തന്നെ ഗതി. അല്ലേ? സഹോദരൻ വീണ്ടും ഇളകും. എന്താണ് നിന്റെ ഉള്ളിൽ ഭൂതം ഇളകാൻ കാരണം? നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ ഉള്ളിൽ ഇല്ലാത്തതുകൊണ്ടാണ്. പുറമേയുള്ള മുഖം പുറമോടി കൊണ്ടൊന്നും കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയില്ല. അവൻ ഉദാഹരണങ്ങളുടെ ദൈവമായി നിന്റെ ഉള്ളിലിരിക്കണം. നമ്മുടെ രക്ഷയുടെ ദൈവം ഉദാഹരണകനായി നിന്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ നിന്റെ ഉള്ളിൽ ഭൂതം കയറി വസിക്കും. അല്ലേ? സഭയ്ക്കകത്ത് ഭൂതം ഇളകണം. സഭയ്ക്കകത്ത് ഭൂതം ഇളകണം. ഭൂത ശുശ്രൂഷ നടക്കണം. ഭൂതശാന്തി ദൈവം തന്നിട്ടുണ്ട്. ആ ശുശ്രൂഷ വെളിപ്പെടുന്ന സഭയില്. പക്ഷെ അതെവിടാ വെളിപ്പെടേണ്ടത്? ദൈവത്തെ അറിയാത്ത, ദൈവമായി ബന്ധമില്ലാത്ത ജാതികളിൽ നിന്നുള്ള സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഭൂതം വചനം കേൾക്കുമ്പോൾ ഇളകും. അത് ജാതികൾ ആ ഭൂതത്തെ ഇറക്കിയിട്ട് അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണം. അവരുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ വിചാരം യാക്കോബിന് പറ്റുകയില്ല, രക്ഷണവിദ്യ ഇസ്രായേൽ ഭരിക്കുകയില്ലെന്ന് പറഞ്ഞ പോലെ പിന്നെ ആ മനുഷ്യൻ സാത്താനുള്ള ആ മനുഷ്യൻ ദൈവത്തിലേതാണ്. നിങ്ങൾ എനിക്കുള്ളവൻ. പിന്നെ ദൈവമക്കളുള്ളിൽ ഭൂതം കയറാൻ പാടില്ല. പിന്നെ ഭൂതം ഇളക്കുന്ന വിശ്വാസികളെ എല്ലാ കാലത്തും ഭൂതം കൊണ്ട് നടക്കുക. അവർക്ക് ഒരു സന്തോഷമാണ്. അല്ലേ? അവരുടെ രക്ഷിക്കുന്ന വീരനായി യേശു ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവി പിതാവേ, നീ മടങ്ങി വന്ന് മാനസാന്തരപ്പെടല്ലേ? സ്തോത്രം. അപ്പൊ ഇവിടെ വചനം പറയുന്നത് നമ്മുടെ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കണം. നിങ്ങളിൽ വസിക്കുന്ന കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. നിങ്ങളിൽ വസിക്കുന്ന കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. നിങ്ങൾ കർത്താവ് വസിക്കുന്നുണ്ടോ എന്നുള്ള നിങ്ങളെ പരിശോധന ചെയ്യണം. നിങ്ങളുടെ ഉള്ളിൽ കർത്താവുണ്ട്. അവൻ നിങ്ങളിൽ അത്ഭുതം ചെയ്യും. അവന് ശക്തിയുണ്ട്. അവനൊരു കരുതലുണ്ട്. നിങ്ങളെ കുറിച്ച് കരുതലുണ്ട്. നിങ്ങൾ കലങ്കരുത്. അല്ലേ? കർത്താവ് ഒരു അത്ഭുതം ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുക. ഈ പ്രഭാതത്തിൽ ഒരു അത്ഭുതം ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുക. നീ കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ വചനം ഏറ്റെടുക്കുക. ഒരു അത്ഭുതം ദൈവം ഇന്ന് പകൽ നിനക്ക് വേണ്ടി ചെയ്യും. അല്ലേ? അപ്പൊ ഇവിടെ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമിലേക്ക് വരുത്തിയ വ്യാധികൾ ഒന്നും നിനക്ക് വരികയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് അരുളിച്ചെയ്യുന്ന പുറപ്പാട് പുസ്തകം ഹല്ലേലൂയ സ്തോത്രം 15-26 വാക്യം വായിക്കുന്നുണ്ട്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ഞാൻ വായിച്ച വചനത്തിലേക്ക് വരട്ടെ. സെഫന്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യം. നിന്റെ ദൈവമായി യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിങ്ങൾ ആനന്ദിക്കും. അതെ, കണ്ണുകളടച്ചാട്ട് ദൈവം നിനക്ക് വേണ്ടി ചില അത്ഭുതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ കർത്താവിന്റെ ഹൃദയം കൊടുക്ക്. എല്ലാ പ്രശ്നങ്ങളും ദൈവ സമാപ്തി വരുത്തും. ശൂന്യമായി കിടന്ന ഭൂരഹിതമായി കിടന്ന ഭൂമിയെ ഇത്രയും മനോഹരമായി വൃക്ഷലതാദികൾ കൊണ്ട്, പ്രപഞ്ചത്തെ സസ്യാദികൾ കൊണ്ട്, മറ്റു പർവ്വജാതികൾ കൊണ്ട്, മനുഷ്യരെ കൊണ്ട്, മൃഗങ്ങളെ കൊണ്ട് എല്ലാം നിറച്ചലങ്കരിച്ച് നിർത്തിയിരിക്കുന്ന ഒരു ദൈവം നിന്റെ ജീവിതത്തിന്റെ സകല ശൂന്യതയും മാറ്റാൻ ആഗ്രഹിക്കുക. കണ്ണുകളടച്ചനോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അച്ഛനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ശൈശവത്തിനും ബാല്യത്തിനും കൗമാരം യുവനത്തിനും വാർത്തതിനും വൃത്തരശന യാച ഗോഷ്ണ ചോണ്ട തലമുറയിലേക്ക് രാജ്യരാഷ്ട്ര തലവന്മാർ, രാജകുമാരന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി ട്രൈബൽ മേഖലയിലായിരിക്കുന്ന എല്ലാ മതഭാവി മത നേതാക്കന്മാരെ, രാഷ്ട്രീയ നേതാക്കന്മാരെ, അല്ലെങ്കിൽ എല്ലാ ഗോത്രഭാവങ്ങളും, എല്ലാ ട്രൈബൽ ആദിവാസി മേഖലയിലായിരിക്കുന്നവരെയും എല്ലാ മേഖലയുള്ള ജനത്തെയും ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. രോഗികളായിരിക്കും, മദ്യത്തിന്, മയക്കുമരുന്ന്, ലഹരിക്ക് അടിപ്പെട്ട് വിവിധ വേദനകളിൽ അകപ്പെട്ട് കിടക്കുന്നവർ, മരണത്തെ മുഖാമുഖി കാണുന്ന അനവധി ആളുകൾ, ഉയരുവാൻ കഴിയാതെ ഭാരമായി കടക്കണിയിൽ ഭാരപ്പെടുന്ന, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, വിവിധ പ്രതിസന്ധി മാനസികമായ നിരാശ അനുഭവിക്കുന്ന സകല ജനത്തിന്റെ ഹൃദയത്തിൽ കർത്താവേ, നിന്റെ ദൈവമായി യഹോവ രക്ഷിക്കുന്ന വീരനായി കർത്താവേ ജനത്തിന്റെ ഹൃദയങ്ങൾ വസിക്കുവാൻ, ആകുലതകൾ മാറുവാൻ, സങ്കടങ്ങൾ മാറുവാൻ, ദുഃഖങ്ങൾ മാറുവാൻ, കണ്ണുനീര് മാറുവാൻ അവരുടെ ആശ്വാസ ദൈവം കൊടുക്കണായി യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു.
കർത്താവ് കേരളത്തിൽ പല ലോകരാജ്യങ്ങളിലും ദൈവമക്കളെ ഏൽപ്പിക്കുന്നു. കർത്താവ് ദൈവദാസന്മാരെ ഏൽപ്പിക്കും, ദൈവ ജനത്തെ ഏൽപ്പിക്കുന്നു. കർത്താവ് ജയിലിൽ കിടക്കുന്നവർക്കായി പ്രാർത്ഥിക്കും. പീഡ അനുഭവിച്ച് കർത്താവ് ഗ്രാമം വിട്ട് പോകേണ്ടി വന്ന വനങ്ങളിലും കർത്താവും മറ്റു കാടുകളിലൊക്കെ പാർക്കുന്നവരെ ഞങ്ങൾ ഓർക്കുകയാണ്. എല്ലാവർക്കും ഒരു വിടുതൽ കൊടുക്കണമേ കർത്താവ്. ചിതറിക്കിടക്കുന്ന യഹൂദന്മാരെ ജൂതന്മാരെ കൂട്ടിച്ചേർക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ദൈവമക്കൾ പലയിടത്താൻ ചിതറിക്കിടവിന്റെ കൂട്ടി യോജിപ്പിച്ച് ഒന്നാക്കിയെടുക്കുവാൻ ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.